അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഇതിൻ്റെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആദ്യം അതൊന്ന് കാണാൻ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സൂറത്ത് തൗബയിലെ വാക്യങ്ങൾ അവതരിക്കുന്നതിന് മുമ്പ് വലിയൊരു ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അനുഭവിച്ച 13 വർഷത്തെ കൊടിയ പീഡനങ്ങൾ, പട്ടിണിക്കിട്ട 3 വർഷത്തെ സാമ്പത്തിക ഉപരോധം, ഒടുവിലത്തെ വധശ്രമങ്ങൾ, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മദീനയിലേക്ക് നടത്തിയ പലായനം. ഈ ചരിത്രം അറിയാതെ ഇസ്ലാമിലെ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മദീനയിൽ അഭയം പ്രാപിച്ച ആ ജനതയ്ക്ക് അവിടെയെങ്കിലും ഒന്ന് സമാധാനമായി ജീവിക്കാൻ കഴിഞ്ഞോ? ഇല്ല എന്നതാണ് ചരിത്ര സത്യം. മദീനയിലെത്തിയ ശേഷവും മക്കയിലെ ഖുറൈശികൾ അവരെ വെറുതെ വിട്ടില്ല. മക്കയിൽ അവർ ഉപേക്ഷിച്ചു പോന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ ഖുറൈശികൾ കൈയടക്കി. മാത്രമല്ല, മദീനയിൽ പച്ചപിടിച്ചു വരുന്ന ആ ചെറിയ സമൂഹത്തെ വേരോടെ വിഴുതെറിയാൻ അവർ നിരന്തരം ഗൂഢാലോചനകൾ നടത്തി. യുദ്ധഭീഷണികളും സൈനിക നീക്കങ്ങളും മദീനയ്ക്ക് നേരെ തിരിച്ചുവിട്ടു. ജീവനും വിശ്വാസവും സംരക്ഷിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ വന്ന അനിവാര്യമായ ആ ഒരു പ്രതിരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ ബദർ, ഉഹദ്, ഖന്തഖ് തുടങ്ങിയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്. സൂറത്ത് തൗബയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം പോകേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ്. അതാണ് ഹുദൈബിയ സന്ധി. ഹിജ്റ 6-ാം വർഷം, അതായത് ക്രിസ്തു വർഷം 628 പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 1400ഓളം വരുന്ന അനുയായികളും മക്കയിലേക്ക് പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം യുദ്ധമായിരുന്നില്ല, മറിച്ച് സമാധാനപരമായി ഉംറ നിർവഹിക്കുക എന്നത് മാത്രമായിരുന്നു. അവർ ആയുധമേന്തിയ ഭടന്മാരായിരുന്നില്ല, വെറും തീർത്ഥാടകരായിരുന്നു. എന്നാൽ മക്കയിലെ ഖുറൈശികൾ അവരെ അവിടെ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു. തുടർന്ന് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് സുദീർഘമായ ചർച്ചകൾ നടന്നു. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആ സമാധാന കരാർ പിറവിയെടുക്കുന്നത്. എന്തൊക്കെയായിരുന്നു ആ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, അടുത്ത 10 വർഷത്തേക്ക് മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിൽ യാതൊരു യുദ്ധവും പാടില്ല, പൂർണ്ണ സമാധാനം പാലിക്കണം. രണ്ടാമതായി, മുസ്ലിങ്ങൾ ആ വർഷം ഉംറ ചെയ്യാതെ മദീനയിലേക്ക് തന്നെ മടങ്ങണം. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാം, എന്നാൽ 3 ദിവസം മാത്രമേ മക്കയിൽ തങ്ങാൻ പാടുള്ളൂ. മൂന്നാമതായി, ഇതായിരുന്നു ഏറ്റവും പ്രയാസകരമായ വ്യവസ്ഥ. മക്കയിൽ നിന്ന് ആരെങ്കിലും ഖുറൈശികളുടെ അനുവാദമില്ലാതെ മദീനയിലേക്ക് വന്നാൽ മുസ്ലിംകൾ അവരെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോയാൽ ഖുറൈശികൾ അവരെ തിരിച്ചയക്കില്ല. തികച്ചും ഏകപക്ഷീയമായ ഈ വ്യവസ്ഥ അന്ന് പല മുസ്ലിങ്ങൾക്കും വലിയ വേദനയുണ്ടാക്കി. നാലാമതായി, അറേബ്യയിലെ മറ്റു ഗോത്രങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം മുസ്ലിങ്ങളോടോ ഖുറൈശികളോടോ സഖ്യം ചേരാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ ഖുറൈശികൾക്ക് മാത്രം അനുകൂലമായ ഈ കരാർ കേട്ടപ്പോൾ ചില അനുയായികൾക്കെങ്കിലും അതൃപ്തി തോന്നിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ചോദിച്ചത് ഇപ്രകാരമായിരുന്നു: നമ്മൾ സത്യത്തിൻ്റെ പക്ഷത്തല്ലേ, അപ്പോൾ എന്തിനാണ് ഇത്രയും വിട്ടുവീഴ്ച? അതെ, അവർക്കത് ഒരു തോൽവി പോലെയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണം മറ്റൊന്നായിരുന്നു. അദ്ദേഹം യുദ്ധത്തെക്കാൾ എപ്പോഴും മുൻഗണന നൽകിയത് സമാധാനത്തിനായിരുന്നു. ഖുർആൻ ഇതിനെ എന്തുകൊണ്ട് വ്യക്തമായ വിജയം എന്ന് വിളിച്ചു? കരാർ കഴിഞ്ഞപ്പോൾ പലർക്കും അതൊരു തോൽവി പോലെയായിരുന്നു തോന്നിയത്. എന്നാൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത്
ഫത്ഹൻ മുബീന അഥവാ വ്യക്തമായ വിജയം എന്നാണ്. എന്തുകൊണ്ട്? കാരണം ആദ്യമായി ഖുറൈശികൾ മദീനയിലെ മുസ്ലിം സമൂഹത്തെ തങ്ങൾക്ക് തുല്യമായ ഒരു രാഷ്ട്രീയ ശക്തിയായി അംഗീകരിക്കുകയായിരുന്നു. അതുവരെ അവർ മുസ്ലിങ്ങളെ ഒരു ചെറിയ വിമത സംഘമായാണ് കണ്ടിരുന്നത്. പക്ഷെ ഹുദൈബിയയ്ക്ക് ശേഷം അവസ്ഥ മാറി. കൂടാതെ യുദ്ധം നിലച്ചതോടെ അറേബ്യൻ സമാധാനപരമായ അന്തരീക്ഷം രൂപപ്പെട്ടു. ഈ കാലയളവിലാണ് അനേകം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. ഇതൊരു ചതിയായിരുന്നു എന്നാണ് ജബ്ബാർ മാഷിനെ പോലെയുള്ള ആളുകൾ വാദിക്കുന്നത്. സമാധാനം നടിക്കാനുള്ള പ്രവാചകന്റെ തന്ത്രമായിരുന്നു ഇതെന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്നാൽ അല്പമെങ്കിലും ചരിത്രബോധമുള്ള ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ചതിക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു അനുകൂലവുമില്ലാത്ത അവസ്ഥകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു സമ്മതിക്കണം? മക്കയിൽ നിന്ന് വരുന്നവരെ തിരികെ നൽകണം എന്ന് പറയുന്നിടത്ത് എന്ത് തന്ത്രമാണുള്ളത്? രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ സമാധാനം സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അത് ചതിയല്ല, അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയാണ്. ഇനി ചോദിക്കട്ടെ, സത്യത്തിൽ ആരാണ് ഈ കരാർ ആദ്യം ലംഘിച്ചത്? മുഹമ്മദ് നബിയാണെന്നാണ് വിമർശകരുടെ വാദം. എന്നാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ഹുദൈബിയ കരാർ പ്രകാരം ബനു ഖുസ ഗോത്രം മുസ്ലിങ്ങളോടും ബനു ബക്കർ ഖുറൈശികളോടും സഖ്യം ചേർന്നിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ ബനു ബക്കർ ഗോത്രം മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായ ബനു ഖുസായെ ആക്രമിച്ചു. ആ കൊടും ചതിയിൽ ഖുറൈശികൾ അവർക്ക് രഹസ്യമായി ആയുധങ്ങളും ആളുകളെയും നൽകി പിന്തുണച്ചതായി ചരിത്രകാരന്മാരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം വളരെ വ്യക്തമാണ്. ഹുദൈബിയ സമാധാന കരാർ ആദ്യം ലംഘിച്ചത് മുസ്ലിങ്ങളല്ല, മറിച്ച് സാക്ഷാൽ ഖുറൈശികൾ തന്നെയായിരുന്നു. ഇത് കേവലം മുസ്ലിം ചരിത്രകാരന്മാർ മാത്രം പറയുന്ന കാര്യമല്ല. അക്കാദമിക ചരിത്ര പഠനത്തിൽ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണിത്. ഇനി ഇസ്ലാമിനെ പുറത്തുനിന്ന് പഠിച്ച പ്രമുഖരായ പാശ്ചാത്യ ചരിത്രകാരന്മാർ ഈ സന്ധിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സ്കോട്ട്ലാൻഡുകാരനായ പ്രമുഖ ചരിത്രകാരൻ W. മോൺഗോമറി വാട്ട്. അദ്ദേഹം തൻ്റെ മുഹമ്മദ് അറ്റ് മദീന എന്ന പുസ്തകത്തിൽ ഈ സന്ധിയെ വളരെ പോസിറ്റീവായാണ് വിലയിരുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഹുദൈബിയയിലെ പ്രവർത്തനങ്ങളിലൂടെ മുഹമ്മദ് തൻ്റെ അപാരമായ നയതന്ത്രജ്ഞതയും ദീർഘവീക്ഷണവും ലോകത്തിന് തെളിയിച്ചു. അതുവരെ വെറുമൊരു വിമത സംഘമായി മാത്രം കണ്ടിരുന്ന മുസ്ലിങ്ങളെ തങ്ങൾക്ക് തുല്യമായ ഒരു രാഷ്ട്രീയ ശക്തിയായി അംഗീകരിക്കാൻ മക്കക്കാർ നിർബന്ധിതരായി എന്നതാണ് ആ സന്ധിയുടെ ഏറ്റവും വലിയ നേട്ടം. രണ്ടാമതായി പ്രശസ്ത ബ്രിട്ടീഷ് ചരിത്രകാരനായ കാരൻ ആങ്സ്ട്രോങ് അവർ തൻ്റെ മുഹമ്മദ് എ പ്രൊഫറ്റ് ഫോർ അവർ ടൈം എന്ന പുസ്തകത്തിൽ ഹുദൈബിയ സന്ധിയെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തോടാണ് ഉപമിക്കുന്നത്. സ്വന്തം അനുയായികൾക്ക് പോലും താല്പര്യമില്ലാതിരുന്നിട്ടും സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായ പ്രവാചകന്റെ അങ്ങേയറ്റത്തെ സമാധാന കാംക്ഷയാണ് ഹുദൈബിയയിൽ ലോകം കണ്ടത് എന്ന് അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. മൂന്നാമതായി ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഇസ്ലാമിനെതിരെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഓറിയന്റലിസ്റ്റ് ചരിത്രകാരനായ സർ വില്യം മുയർ. എന്നിട്ടും അദ്ദേഹം തൻ്റെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ ഹുദൈബിയ സന്ധിയെ വിലയിരുത്തുന്നത് ഒരു മികച്ച രാഷ്ട്രീയ വിജയം എന്നാണ്. ഈ കരാറിലൂടെ ഇസ്ലാം അറേബ്യയിൽ കൂടുതൽ സ്വീകാര്യത നേടി എന്ന് അദ്ദേഹം പോലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഇത് ഇസ്ലാമിക ചരിത്രകാരന്മാർ മാത്രമല്ല, ലോകമറിയുന്ന പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും അംഗീകരിച്ച ചരിത്ര വസ്തുതയാണ്. എന്നിട്ടും ഇതൊരു ചതിയായിരുന്നു എന്ന് ജബ്ബാർ മാഷ് പറയുന്നത് ചരിത്രം അറിയാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് മറച്ചുവെക്കുന്നതാണോ? അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജബ്ബാർ മാഷ് തൻ്റെ ക്ലാസ്സിൽ പരാമർശിച്ച സൂറത്ത് തൗബയിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ എന്താണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോന്നായി എടുത്ത് പരിശോധിക്കാം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ചരിത്രത്തെ നമ്മൾ എപ്പോഴും സത്യസന്ധമായി പഠിക്കാൻ ശ്രമിക്കുക. മുൻവിധികൾ മാറ്റിവെച്ച് വസ്തുതകളെ മനസ്സിലാക്കുക.
ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്താൻ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കുക. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.